ചന്ദ്രൻ പിണങ്ങി ഭൂമിയിൽ നിന്ന് അകലുന്നുവോ? ഭാവിയിൽ ഒരു ദിവസത്തിൽ 25 മണിക്കൂറുകൾ ഉണ്ടാകുമോ? വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ദിവസത്തിൻ്റെ ദൈർഘ്യം 18 മണിക്കൂറായിരുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? ഇത് രണ്ടും വസ്തുതകളാണെന്നാണ് ഒരു ശാസ്ത്ര പഠനം പറയുന്നത്. ദിവസത്തിൻ്റെ ദൈർഘ്യം പോരെന്ന് കരുതുന്നവർക്ക് ഇതൊരു പ്രതീക്ഷയ്ക്ക് വകയാണ്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ പതിയെ അകന്നു പോകുന്നത് കൊണ്ടാണ് ദിവസത്തിൻ്റെ ദൈർഘ്യത്തിൽ ഇങ്ങനെ മാറ്റമുണ്ടാവുന്നത്. ഒന്നും രണ്ടും വർഷങ്ങളെടുത്തല്ല, കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നതാണ് ആശ്വാസകരമായ കാര്യം. എത്രയോ കാലമായി അമ്പിളിമാമൻ എന്ന ചന്ദ്രൻ നമ്മുടെ ആകാശത്ത് നമ്മെ നോക്കിച്ചിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാരെയും കവികളെയും കലാകാരന്മാരെയും കുട്ടികളെയുമൊക്കെ വളരെയധികം ആകർഷിക്കുകയും ഭ്രമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചന്ദ്രൻ. എന്നാൽ ഇപ്പോഴിതാ യുഎസിലെ വിസ്കോൺസിൻ സർവകലാശാലയിലെ ഗവേഷകർ പുതിയ ഒരു വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നു. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എല്ലാ വർഷവും നിശ്ചിത തോതിൽ അകലുന്നുണ്ട്. വർഷത്തിൽ 3.8 സെന്റിമീറ്റർ എന്നതാണ് ഈ നിശ്ചിത തോത്. ഈ അകൽച്ചയ്ക്ക് ഭാവിയിൽ ഭൂമിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഗവേഷകർ പറയുന്നു. ഭാവിയിൽ ഒരു ദിവസത്തിൽ 25 മണിക്കൂറുകൾ ഉണ്ടാകും. ഈ ഭാവി എന്ന് പറഞ്ഞത് ചെറിയൊരു കാലയളവല്ല. 20 കോടി വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുക. സ്കേറ്റിംഗ് നടത്തുന്നവർക്ക് കൈകൾ നിവർത്തി പിടിക്കുമ്പോൾ വേഗം കുറയുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ചന്ദ്രന്റെ ആകർഷണം മൂലം സമുദ്രജലം ഭൂമിയിൽ നിന്നും വലിഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇത് ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത കുറയ്ക്കുന്നു എന്ന് വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാല പ്രൊഫസറും ജിയോ സയന്റിസ്റ്റുമായ സ്റ്റീഫൻ മേയേഴ്സ് പറയുന്നു. ഭൂമിയിൽ നിന്നും ഏകദേശം 3,84,400 കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 27.3 ദിവസങ്ങളെടുത്താണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം പൂർത്തിയാക്കുന്നത്. ഓരോ വർഷം കൂടുമ്പോഴും 1.5 ഇഞ്ച് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകലുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഓരോ വർഷവും കൂടുമ്പോഴും ഭൂമിയെ ഭ്രമണം ചെയ്യാൻ കൂടുതൽ സമയം ചന്ദ്രന് വേണ്ടി വരുന്നുവെന്നതാണ് ഇതിനർത്ഥം. അങ്ങനെ അകന്നകന്നു പോയി ഭൂമിയുടെ ഒരു ഭാഗത്തു നിന്ന് മാത്രം ചന്ദ്രനെ കാണാനാവുന്ന കാലം വരുമെന്നും ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടുന്നുണ്ട്. പഠനത്തിന്റെ ഭാഗമായി മേയേഴ്സും സഹപ്രവർത്തകരും ചേർന്ന് ഭൂമിയുടെ ചരിത്രത്തിൽ നിന്നും ഏറെ കാര്യങ്ങൾ ചികഞ്ഞെടുത്തിട്ടുണ്ട്. $140 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ഒരു ദിവസം 18 മണിക്കൂർ മാത്രം നീണ്ടതാണെന്നാണ് അതിലൊന്ന്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയോട് കൂടുതൽ ചേർന്നായിരുന്നു ചന്ദ്രൻ സ്ഥിതി ചെയ്തിരുന്നത് എന്നതാണ് ഇതിൻ്റെ കാരണം. അന്ന് ഭൂമി കൂടുതൽ വേഗത്തിൽ ഭ്രമണം ചെയ്തിരുന്നുവെന്നും
ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോളോ ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രനിൽ ഇറങ്ങിയ സഞ്ചാരികൾ അവിടെ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഈ റിഫ്ലക്ടറുകളിൽ ലേസർ രശ്മികൾ പ്രതിഫലിപ്പിച്ച് എത്ര വേഗതയിലാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകന്നു പോകുന്നതെന്ന് കണക്ക് കൂട്ടാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കും. ചന്ദ്രൻ അകലും തോറും ഭൂമിയുടെ ഭ്രമണ വേഗത കുറയുകയും ചെയ്യും. ഓരോ തവണ ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുമ്പോഴും സമുദ്രങ്ങളിൽ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും കാരണമാവാറുണ്ട്. ചന്ദ്രൻ്റെ ഗുരുത്വബലമാണ് സമുദ്രത്തെ ചന്ദ്രനുള്ള ദിശയിലേക്ക് വലിഞ്ഞു നിൽക്കാൻ കാരണമാക്കുന്നത്. അതേസമയം ജഡത്വം മൂലം എതിർദിശയിലെ സമുദ്രവും വലിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ധ്രുവപ്രദേശങ്ങളിൽ നിന്നും കാലാവസ്ഥാ മാറ്റം മൂലം കൂടുതൽ മഞ്ഞുരുകി സമുദ്രത്തിലേക്ക് എത്തുന്നത് അന്തിമമായി ഭൂമധ്യരേഖയോട് ചേർന്നുള്ള സമുദ്രത്തിലേക്കാണ് എത്തുക. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ഇടപെടലുകൾ കാരണമാണ് ഈ പ്രതിഭാസം. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലുന്നു എന്നത് ഒരു പുതിയ അറിവല്ല. പതിറ്റാണ്ടുകൾ മുൻപേ നടന്ന പഠനങ്ങളിൽ ഇത് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രൻ പിണങ്ങി ഭൂമിയിൽ നിന്ന് അകലുന്നുവോ? ഭാവിയിൽ ഒരു ദിവസത്തിൽ 25 മണിക്കൂറുകൾ ഉണ്ടാകുമോ? you